പ്രോൺ മാസ്ട്രബേഷൻ മെയിനായിട്ട് യങ് ആയിട്ടുള്ള ആണുങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രോൺ മാസ്ട്രബേഷൻ. ഇത് അനുഭവിക്കുന്ന സംഭവമല്ല, ഇത് സത്യത്തിൽ ഒരു അഡിക്ഷനാണ്. ഇത് ചൈൽഡ്ഹുഡ് തൊട്ടേ അവർ ശീലിച്ച് വന്ന ഒരു അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ അവർ 20കളിലും 30കളിലും ഈവൻ 40കളിലും വരെ ചില ആളുകൾ ഇതിന് അഡിക്റ്റാണ്. ഇനി നമുക്ക് ഈ പ്രോൺ മാസ്ട്രബേഷനെ കുറിച്ച് പറയാം. ഈ പ്രോൺ മാസ്ട്രബേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ സാധാരണ ആളുകൾ മാസ്ട്രബേറ്റ് ചെയ്യില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? അവര് ഈ ഹാൻഡ് വെച്ചാണ് മാസ്ട്രബേറ്റ് ചെയ്യുന്നത്. ഹാൻഡ് വെച്ച് പീനസ് പിടിച്ചിട്ട് അത് അപ്പ് ആൻഡ് ഡൗൺ ഒരു മോഷനിലാണ് അവർ മാസ്ട്രബേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പ്രോൺ മാസ്ട്രബേഷൻ വെച്ചാൽ അങ്ങനെയല്ല. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പം ഈ പെന്ന് എക്സാമ്പിൾ കാണിക്കുക. ഈ പെന്ന് പീനസ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇതൊരു ബെഡാണെങ്കിൽ ആ ബെഡിൽ ഇവരിങ്ങനെ കമന്ന് കിടക്കും. എന്നിട്ട് കമന്ന് കിടന്നിട്ട് ഈ പീനസ് വെച്ച് ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അവരുടെ ബോഡി വെയിറ്റ് വെച്ച് ആ സപ്പോർട്ട് അവർ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് സത്യത്തിൽ ഈ പ്രോൺ മാസ്ട്രബേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ കുട്ടികൾ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ ഈ 10 വയസ്സ് മുതൽ തന്നെ ഈ മരത്തിലൊക്കെ കയറുമ്പോഴും പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇവരുടെ ഈ പീനസ് അതുമായിട്ട് ഇങ്ങനെ ഒരയുന്നുണ്ട്. അപ്പം അങ്ങനെ അവർക്ക് ഒരു കംഫോർട്ട് കണ്ടെത്തും. പക്ഷെ പിന്നീട് അവർ വളർന്ന് അവർക്കൊരു ഈ മാസ്ട്രബേറ്റ് ചെയ്യുന്ന ഒരു പ്രായമാകുമ്പോൾ തന്നെ അവർ ഈ ഹാൻഡ് ഉപയോഗിക്കാണ്ട് ഈ ബെഡിൽ ഈ കിടന്നുകൊണ്ടുള്ള ഈ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ബോഡി വെയിറ്റ് വെച്ച് അവർ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം അവർ അതിലങ്ങ് ശീലമാവും. അവർക്ക് ഈ കൈ വെച്ച് ചെയ്യുന്ന മാസ്ട്രബേഷൻ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാണ്ട് വരും. അതാണ് നോർമലായിട്ട് ചെയ്യുന്നത് മാസ്ട്രബേഷൻ. പക്ഷെ അവർ ചെയ്യുന്നത് ഈ ബെഡിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം അവർ നല്ല കംഫോർട്ട് സോണിലാണ്. അവർക്ക് വേറെ വലിയ കഷ്ടപ്പാട് അവിടെ പെടേണ്ട ആവശ്യമില്ല. ബോഡി വെയിറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മതി. ഈ മാസ്ട്രബേറ്റ് ചെയ്യേണ്ട പ്രായം തൊട്ട് തന്നെ 14-15 വയസ്സ് തൊട്ട് തന്നെ ഇവർ ഇങ്ങനെ ശീലിച്ചങ്ങ് പോകും. ഇങ്ങനെ ശീലിച്ചുമ്പോൾ ഇതിലവർ ഭയങ്കരമായിട്ട് ശീലിക്കും. ഇങ്ങനെ ഇവർ 10-25 വയസ്സ് വരെ ഇങ്ങനെ മാസ്ട്രബേറ്റ് ചെയ്തങ്ങ് പോകും. അവർ കൈവച്ചുള്ള ആ നോർമൽ ആയിട്ടുള്ള മാസ്ട്രബേഷൻ ചെയ്തു നോക്കിയാലും അതിൽ നിന്ന് നമുക്ക് വലിയ കംഫോർട്ടൊന്നും കിട്ടത്തില്ല. അങ്ങനെ കിട്ടാണ്ട് വരുമ്പം അവർ തിരിച്ച് പ്രോൺ മാസ്ട്രബേഷനിലേക്ക് തന്നെ പോകും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവർ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ പിന്നീട് സെക്സ് ചെയ്യാൻ വേണ്ടി പാർട്ട്ണറുമായിട്ട് വരുമ്പം പാർട്ട്ണറുമായിട്ട് അവർക്ക് സെക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇറക്ഷനൊക്കെ അവർക്ക് ഭയങ്കര പാടായിരിക്കും. അവർക്ക് ആ സെക്സ് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല, പാർട്ട്ണറിനെ നന്നായിട്ട് ഹാപ്പി ആക്കാനും പറ്റത്തില്ല. ബിക്കോസ് അവർ ശീലിച്ചെന്ന് വെച്ചാൽ അവർ ഈ പ്രോൺ മാസ്ട്രബേഷനാണ് ശീലിച്ചത്. അവർക്ക് അല്ലാണ്ടുള്ള ഈ നോർമൽ മാസ്ട്രബേഷൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ പാർട്ട്ണറുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ എന്തുവാ നടക്കുന്നത്? നമ്മുടെ പീനസ് ഈ പാർട്ട്ണറിന്റെ വജനയിൽ പോയാണ് നമ്മുടെ ആക്ഷൻ നടക്കുന്നത്. പ്രോൺ മാസ്ട്രബേഷൻ ചെയ്യുന്ന ആളുകളുടെ ഹാബിറ്റ് എന്തുവാ? അവർ ഈ പ്ലഷർ കണ്ടെത്തുന്ന വെച്ചാൽ ഈ ബെഡിൽ കിടന്നുള്ള റബ്ബിംഗ് ആണ്. അപ്പം അത് ഇതിലേക്ക് വരുമ്പം ഈ സെക്സിലേക്ക് വരുമ്പം ഈ പാർട്ട്ണറുമായിട്ട് സെക്സിലേക്ക് വരുമ്പം അത് ഈ ഇൻഡിവിജ്വലിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഈ പാർട്ട്ണറിനെ നന്നായിട്ട് ഹാപ്പി ആക്കാൻ പറ്റത്തില്ല. സത്യത്തിൽ നമുക്കിത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. നമ്മുടെ ആളുകളുടെ ഇടയിൽ കുറെ പേര് ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഈ പ്രോൺ മാസ്ട്രബേഷൻ ഇപ്പോഴും ചെയ്യുന്ന ആളുകൾ കുറെ ഉണ്ട്. ഇത് നമ്മുടെ സെക്സിനെ ഫ്യൂച്ചറിൽ എന്തായാലും ബാധിക്കും. സെക്സിനെ മാത്രമല്ല നമ്മുടെ പീനസിന്റെ ഹെൽത്തിനെയും ബാധിക്കും. അതിന് കാരണം നമ്മൾ വളരുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുകയാണല്ലോ. ഈ വെയിറ്റ് മൊത്തം നമ്മൾ ഈ പ്രോൺ മാസ്ട്രബേഷൻ ചെയ്യുമ്പോൾ വരുന്നത് നമ്മുടെ പീനസിലാണ്. അപ്പൊ പീനസിന് ഇത്രയും വെയിറ്റും താങ്ങിക്കൊണ്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോൺ മാസ്ട്രബേഷൻ ചെയ്യുമ്പോൾ ആ ഓർഗന്റെ ഹെൽത്തിന് അത് നല്ലതല്ല. അതുകൊണ്ട് കുറെ പെയിനും കുറെ കാര്യങ്ങൾ നമ്മുടെ നെർവ്സിനൊക്കെ അവിടെയുള്ള നെർവ്സിനൊക്കെ നല്ല പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, എനിക്ക് പ്രോൺ മാസ്ട്രബേഷൻ ഉണ്ട്, എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ തോന്നിയ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ഭയങ്കര ആൻസൈറ്റി ആയിട്ട് തോന്നിയത് നിങ്ങൾ പ്രോൺ മാസ്ട്രബേഷൻ നിർത്തിയിട്ട് നോർമലായിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് മാസ്ട്രബേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് ആൻസൈറ്റിയിലേക്ക് ഒരിക്കലും പോലും. നിങ്ങൾ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം പേരൻസിൻ്റെ അടുത്തൊക്കെ ഇത് എങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നിങ്ങൾക്ക് വിശ്വസ്ത ഉള്ള ഇതൊക്കെ പറയാൻ പറ്റി ആരോടെങ്കിലും ഇത് നന്നായിട്ട് പറയാൻ നോക്കുക. ഇങ്ങനെ പറഞ്ഞ് വേണ്ട മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കുക. ഈ സത്യത്തിൽ ഇത്ര നമുക്ക് ആലോചിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സത്യത്തിൽ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാനേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് ട്രീറ്റ് ആയില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ എൽഡേഴ്സിൻ്റെ ആർക്കെങ്കിലും നമ്മൾ സംസാരിക്കുക. പക്ഷെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ടൈം കൊടുക്കും. ഇപ്പം നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് മാസ്ട്രബേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒരു 20-25 ദിവസം വരെ ടൈം കൊടുക്കും. അപ്പോൾ ആ ടൈം കൊടുത്ത് അത്ര നാൾ മാസ്ട്രബേറ്റ് ചെയ്യാണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഭയങ്കര ടെൻഡൻസി തോന്നും. അപ്പം നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള ഹാൻഡ് വെച്ചുള്ള മാസ്ട്രബേഷൻ ട്രൈ ചെയ്യുക. അപ്പം അപ്പോഴും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മാസ്ട്രബേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിട്ടേക്കുക. ഒരു 2 ദിവസം കൂടി ടൈം കൊടുക്കുക. എന്നിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ ശ്രമിക്കുക. അപ്പം ഇങ്ങനെ ശ്രമിച്ചു വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ റീവയർ ചെയ്യും. നിങ്ങളുടെ ബ്രെയിൻ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ പഠിച്ചത് നമ്മുടെ പ്രോൺ മാസ്ട്രബേഷൻ ആണ്. അതിന് ഈ 2 മാസം കൊണ്ട് പതുക്കെ നമുക്ക് ഈ നോർമൽ മാസ്ട്രബേഷനിലേക്ക് ആക്കിയെടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്തു കഴിയുമ്പം നമ്മുടെ ബ്രെയിൻ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ നോർമൽ ആയിട്ടുള്ള മാസ്ട്രബേഷനിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീല് തുടങ്ങി കിട്ടും. അങ്ങനെ നമുക്ക് ഈ നോർമൽ മാസ്ട്രബേഷനിലേക്ക് വരും. സത്യത്തിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. പക്ഷെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്നും റിസൾട്ട് കിട്ടുന്നില്ല,
2-3 ദിവസം കൊണ്ട് നിങ്ങൾ റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആങ്സൈറ്റിയിലൊക്കെ പോകും. എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും, നിങ്ങളുടെ എല്ലാത്തിനെയും ബാധിക്കും, നിങ്ങളുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ എല്ലാത്തിലേക്കും പോകും. അപ്പം അങ്ങനെ ആ ഒരു പാത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ പേരൻസിനോ നിങ്ങളുടെ ഡോക്ടേഴ്സിനോ ആരെങ്കിലും നിങ്ങൾ ബന്ധപ്പെടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇത് ഭയങ്കര ട്രീറ്റബിൾ ആയത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്ര ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.